CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കോട്ടപ്പുറം സ്വദേശി 66 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പരിക്കേറ്റ രാജനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. തിരുവനന്തപുരം കാസർകോട് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം റദ്ദാക്കിയെന്നും പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നവംബർ 30 വരെ നീട്ടാനും സർക്കാർ തീരുമാനം. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന സുപ്രീം കോടതി വിധി ആശ്വാസം നൽകുന്നതാണെന്ന് തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തിയായനിയുടെ മകൻ മണിയൻ. കുടുംബത്തിനും കടിയേറ്റ ദേവദാസിനും സർക്കാരിൽ നിന്നും പ്രഖ്യാപിച്ച ധനസഹായങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും മണിയൻ. സൈക്കിളിൽ ലോട്ടറി കച്ചവടം നടത്തുന്നയാളെ മർദ്ദിച്ചതായി പരാതി. പാലയൂർ കറുപ്പം വീട്ടിൽ ബാബുവിനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെ ചാവക്കാട് സെന്ററിൽ വച്ച് മർദ്ദിച്ചത്. ചായ ഗ്ലാസ് കൊണ്ട് മുഖത്ത് അടിയേറ്റ ബാബു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദുബൈയിൽ 3 പേർക്ക് അവയവദാനം ചെയ്ത് ഗുരുവായൂർ സ്വദേശിനി ജെസ്സി യാത്രയായി. പരേതനായ വെള്ളറ ജോസ്മോന്റെ ഭാര്യ ജെസ്സി ദുബൈയിൽ മകൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച തലകറങ്ങി വീണതിനെ തുടർന്ന് ദുബൈയിലെ ആസ്റ്റർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. വേലൂർ തയ്യൂരിൽ റോഡ് പണിയുടെ ഭാഗമായി നിർമ്മിച്ച നീർച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നു. നിർമ്മാണം കഴിഞ്ഞ് ആദ്യ മഴയിൽ തന്നെ ഭിത്തി തകർന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാരോപിച്ച് പഞ്ചായത്ത് മെമ്പർ അൻസാർ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. പോർക്കുളം പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബ് ക്യാമ്പയിൻ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ബാലജന സംഘടനയായ മജ്ലിസ് അത്ഫാലുൽ അഹമ്മദിയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന അവധിക്കാല പഠന ക്യാമ്പ് സമാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.